السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, മേലായ റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഈ വെള്ളിയാഴ്ച സുദിനത്തിൻ്റെ സന്ധ്യാസമയം അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിൽ ഒന്ന് അൽ മജീദ് എന്ന നാമം മനസ്സിലാക്കുകയാണ് നാം. അള്ളാഹുവിന് അൽ മജീദ് എന്ന പേര് വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താണ് പ്രസ്തുത നാമം അർത്ഥമാക്കുന്നത്? അത് തേടുകയും നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നത് ആ നാമം നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും എന്ത് തുടങ്ങിയ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രൗഢിയും പ്രതാപവും ഔന്നത്യവുമാണ് അൽ മജീദ് എന്നുള്ള നാമം അർത്ഥമാക്കുന്നത്. ഷറഫും കറമുമാണ് പ്രസ്തുത നാമം അള്ളാഹുവിന് തേടുന്നത്. ഷറഫ് എന്ന് പറഞ്ഞാൽ സ്ഥാനം, കറം എന്ന് പറഞ്ഞാൽ ഔദാര്യം. സ്ഥാനവും ഔദാര്യവും സമ്പൂർണമായവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ സ്ഥാനം അത് അള്ളാഹുവിൻ്റെ സത്ത ദാത്ത് സ്ഥിതി ചെയ്യുന്ന വിഷയത്തിലായാലും അള്ളാഹുവിനുള്ള സ്ഥാനമാനങ്ങളും പദവികളും മഹത്വങ്ങളും അതിൻ്റെ വിഷയത്തിലായാലും അള്ളാഹു അത്യുന്നതനാണ്. പ്രസിദ്ധമായ ഒരു ഹദീസ്, അള്ളാഹു എവിടെ എന്നുള്ളത് അറിയിക്കുന്ന ഹദീസ്, ഇമാം ബുഖാരിയും മറ്റും നിവേദനം ചെയ്ത പ്രസ്തുത ഹദീസിൽ ഇന്ന ഫിൽ ജന്നതി മിഅത ദറജത്തിൻ അഅദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലി, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്, പദവികളുണ്ട്. അള്ളാഹു അവ ഒരുക്കിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കാണ്.
കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർദ്. പ്രസ്തുത ദറജകൾ ഓരോന്നിൻ്റെയും ഇടയിൽ വാനഭൂമികൾക്കിടയിൽ എത്ര അകൽച്ചയുണ്ട് അത്ര അകൽച്ചയിലാണ് പ്രസ്തുത സ്വർഗീയ പദവികളെ അള്ളാഹു ഒരുക്കിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ ഫസലൂഹുൽ ഫിർദൗസ്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം യാചിക്കുകയായാൽ, തേടുകയായാൽ നിങ്ങൾ ഫിർദൗസിനെ ചോദിക്കുക. ഫഇന്നഹു ഔസതു വഅലൽ ജന്ന. കാരണം ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗീയ സ്ഥാനം സ്വർഗത്തിൻ്റെ മധ്യഭാഗവും അത് അത്യുന്നതമായ ഭാഗവുമാണ്. സ്വർഗത്തിൻ്റെ മധ്യത്തിൽ അത്യുന്നതമായി കൊണ്ടാണ് ഫിർദൗസ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഫൗഖഹു അർശുർ റഹ്മാൻ വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന. വഫൗഖഹു, ഈ ഫിർദൗസിന് മുകളിലാണ് അർശുൽ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ സിംഹാസനം, അധികാരപീഠം അള്ളാഹു പ്രസ്തുത അർശിന്മേലാണല്ലോ. അപ്പോൾ ഫിർദൗസിന് മീതെയാകുന്നു റഹ്മാനായ റബ്ബിൻ്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. പ്രസ്തുത അർശിൽ നിന്നാണ് സ്വർഗീയ നദികൾ പ്രഭവിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മീതെയാണ്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. അർശ് എവിടെയാണ്? അർശ് ഫിർദൗസിന് മീതെയാണ്. ഫിർദൗസ് സ്വർഗം അത്യുന്നതമായ ദറജകളാണ്. ആ ദറജകളിൽ ഏറ്റവും അത്യുന്നതമായ പദവിയാണ് ഫിർദൗസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഷറഫ് സമ്പൂർണമായവനാണ്, സ്ഥാനവും പദവിയും സമ്പൂർണമായവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സ്ഥാനം ഏറ്റവും മീതെയാണ്. ഇതേപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ഗുണങ്ങൾ, മഹത്വങ്ങൾ ഇതും സമ്പൂർണമാണ്. അൽ മജീദ് എന്നുള്ളത് അള്ളാഹുവിന് അർത്ഥമാക്കുന്നത് ഈ ഒരു ഗുണമാണ്, ഈ ഒരു ആശയമാണ്. ഇതേപോലെ കെറം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം. അള്ളാഹു ഔദാര്യത്തിൽ സമ്പൂർണനാണ്. അള്ളാഹു ഏകുന്നത്ര ആരും ഏകൂല, അള്ളാഹു കനിയുന്നത്ര ആരും കനിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞാൽ, ഏകിയാൽ, അള്ളാഹു ഏകിയവർ, ആർക്കേകിയ അവർ, കനിഞ്ഞവർ, അവർ ധന്യരായി, അവർ അനുഗ്രഹീതരായി. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ദുൽ അർഷിൽ മജീദ് എന്ന് സൂറത്തുൽ ബുറൂജിൽ വായിക്കുന്നുണ്ട്. ദുൽ അർഷ് അൽ മജീദ്. അവിടെ ദുൽ അർഷ് എന്ന് പറഞ്ഞാൽ അർഷ് ഉള്ളവൻ. അത് രണ്ട്, അൽ മജീദ് എന്നതിന് രണ്ട് ഖിറാഅത്താണ്. പ്രസിദ്ധമായ ഒരു ഖിറാഅത്ത് അൽ മജീദു എന്നാണ്, മറ്റൊന്ന് അൽ മജീദി എന്നാണ്. അപ്പോൾ ദുൽ അർഷിൽ മജീദു എന്ന ഖിറാഅത്ത് പ്രകാരം അൽ മജീദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ്. അള്ളാഹു അർഷുള്ളവനാണ്. അള്ളാഹു അൽ മജീദ് അത്യുന്നതമായ സ്ഥാനവും അതേപോലെ ഔദാര്യവും ഉള്ളവനാണ്. അൽ മജീദി എന്ന ഖിറാഅത്ത് പ്രകാരം, ഹഫ്സിൻ്റെ ഒക്കെ ഖിറാഅത്ത് അതാണ്, അർഷിൻ്റെ വിശേഷണമാണ് അൽ മജീദ് എന്നുള്ളത്. അപ്പോൾ അവിടെ അർത്ഥം അർഷ് മജീദാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർഷിൻ്റെ വലിപ്പത്ര? അർഷ് വിശാലമാണ്. അർഷിനെ അപേക്ഷിച്ച് ആകാശ ഭൂമികളുടെ വലിപ്പത്ര പറഞ്ഞ്? മരുഭൂമിയിൽ എറിയപ്പെട്ട ഒരു വളയം എങ്ങനെ നമ്മൾ കാണുന്നത് അതുപോലെ എന്നാണ്. അപ്പോൾ അർഷ് വിശാലമാണ്. ആ അർഷിൽ അള്ളാഹുവിൻ്റെ കുർസിയുണ്ട്. നമ്മളിവിടെ പറഞ്ഞ് വിശദീകരിച്ചാണത്. പാദസ്ഥാനം, കാല് വെക്കുന്ന സ്ഥലം. അത് തന്നെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ ആയത്തുൽ കുർസിയിൽ വായിക്കുന്നത് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് എന്നാണ്. അള്ളാഹുവിൻ്റെ കുർസി അത് ആകാശ ഭൂമികളെക്കാൾ വിശാലം. അപ്പോൾ ആ കുർസിയുള്ള അർഷിനെ സംബന്ധിച്ചിടത്തോളം അത് വിപുലമാണ്, വിശാലമാണ്. അതുകൊണ്ടാണ് ദുൽ അർഷിൽ മജീദി എന്ന ഖിറാഅത്ത് പ്രകാരം അവിടെ മജീദ് എന്നുള്ളത് അർഷിൻ്റെ വിശേഷണമാണ്. പക്ഷേ അള്ളാഹു അൽ മജീദ് എന്നുള്ളത്, അൽ മജീദു എന്ന ഖിറാഅത്ത് പ്രകാരം അള്ളാഹുവിൻ്റെ പേരായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ഖാലു അതഅജബീന മിൻ അംരില്ലാഹ് റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന് അൽ മജീദ് എന്ന പേര് വന്ന ഭാഗമാണത്. സൂറത്ത് ഹൂദിലെ 73-ാമത്തെ ആയത്ത്. അതിൻ്റെ ആ ആയത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രധാന ഭാഗം. അള്ളാഹുവിൻ്റെ മലക്കുകൾ അതിഥികളായി ദിവ്യദൂതരായി വാനത്തിൽ നിന്നിറങ്ങി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലെത്തിയ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ സാറയോട് അലൈഹിസ്സലാം മലക്കുകൾ പറഞ്ഞില്ലേ, റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഉണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ബർക്കത്തും ഉണ്ടാകട്ടെ. ഇന്നഹു ഹമീദും മജീദ്, കാരണം അള്ളാഹു ഹമീദാണ്, അള്ളാഹു മജീദാണ്. അതാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുള്ളത്. ഇവിടെ അള്ളാഹുവിൻ്റെ മജീദ് എന്ന പേര് വന്ന്, അള്ളാഹു മജീദാണ്, അള്ളാഹു ഹമീദാണ്, ഹംദുടയവൻ, മജിദുടയവൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തേകും അള്ളാഹു അവൻ്റെ ബർക്കത്തേകും അള്ളാഹു അവൻ്റെ റഹ്മത്തും ബർക്കത്തും നൽകിയിട്ടുണ്ട് എങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഹദീസിൽ പ്രസിദ്ധമായ ഹദീസ്, കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു അബി യാലയോട് അദ്ദേഹത്തിനൊരു ഹദിയ സമ്മാനം നൽകാൻ ഭാവിച്ചുകൊണ്ട് ഒരു സമ്മാനം നൽകിയത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യണം. അബ്ദുറഹ്മാൻ ഇബ്നു അബി യാല പറയാണ്, ലഖിയനി കഅബ് ഇബ്നു ഉജ്റ, കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻഹു എന്നെ കണ്ടുമുട്ടി. ഫഖാൽ, കഅബ് ഇബ്നു ഉജ്റ പ്രസിദ്ധ സഹാബിയാണ്. അദ്ദേഹം ചോദിച്ചു, അലാ ഉഹ്ദി ലക ഹദിയതൻ സമീഅതു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകട്ടെ എന്നാണ്. ഫഖുൽതു ബല, അബ്ദുറഹ്മാൻ ഇബ്നു അബി യാല പറഞ്ഞു, അതെ, അത് തന്നാലും, സമ്മാനം തന്നാലും. ഫഅഹ്ദി ഹാലി, ആ സമ്മാനം തരൂ എന്ന് പറഞ്ഞു. അപ്പം എന്താ സമ്മാനം? കഅബ് ഇബ്നു ഉജ്റ പറയാണ്, സഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽനാ സഅൽനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. എന്താ ഞങ്ങൾ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത്, കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത്. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാ? നബി കുടുംബം, തങ്ങന്മാർ. നബി കുടുംബമേ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വലാത്ത് നിർവഹിക്കേണ്ടത്? ഫഇന്നല്ലാഹ ഖദ് അല്ലമനാ കൈഫ നുസല്ലിമു അലൈക്കും, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സലാം പറയേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സലാത്തെല്ലാം പറഞ്ഞു, സലാം നിർവഹിക്കാൻ പറഞ്ഞു. സലാം എങ്ങനെ ചെല്ലേണ്ടത് ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് നബി കുടുംബത്തിൻ്റെ പേരിൽ? അതാണ് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഈ സലാത്താണ് പഠിപ്പിച്ചത് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എപ്പോൾ എങ്ങനെയാണ് സലാത്ത് നിങ്ങൾക്ക് ചെല്ലേണ്ടത്, നിങ്ങളുടെ പേരിൽ ചെല്ലേണ്ടത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ ഇവിടെ എന്താ ഹദീസ് അറിയിക്കുന്നത്? ഒന്ന്, സഹാബികൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ, തിരുചര്യകളെ ഹദിയയായിട്ടാണ്, സമ്മാനമായിട്ടാണ് നൽകിയിരുന്നത്. അത് അവർക്ക് സമ്മാനം നൽകുന്നവർക്കും സമ്മാനം സ്വീകരിക്കുന്നവർക്കും സുന്നത്തിനോടുള്ള മതിപ്പും സുന്നത്തിൻ്റെ വിഷയത്തിലുള്ള വിലയാണ്. സുന്നത്ത് പകർന്നു കൊടുക്കാനും അത് പഠിക്കാനുമുള്ള അവരുടെ വ്യഗ്രതയാണ്. ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും അത് സുന്നത്തല്ലേ എന്നൊരു ചോദ്യമാണ്. ഒരു സുന്നത്ത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പഠിക്കാനും പറഞ്ഞെങ്കിൽ അതൊരു സുന്നത്തല്ലേ. പണ്ട് അങ്ങനെയല്ല. പണ്ട് സുന്നത്താണ് എന്ന നിലക്ക് അതിനോട് താല്പര്യമാണ്, അറിയാൻ പഠിക്കാൻ താല്പര്യമാണ്. ഏതായാലും കഅബ് ബിൻ ഉജ്റ അബ്ദുറഹ്മാൻ ബിൻ അബി അലക്ക് നൽകിയ സമ്മാനം ഹദി. അതെന്താണ് ഹദിയ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്തിൻ്റെ രീതിയാണ്. അതിൽ അള്ളാഹുവെ, ഇബ്രാഹീമിനെയും ഇബ്രാഹീമിൻ്റെ കുടുംബത്തെയും നീ പ്രശംസിച്ചതുപോലെ അനുഗ്രഹിച്ചതുപോലെ, അതാണ് സ്വലാത്ത്, പുകഴ്ത്തിയതുപോലെ പ്രശംസിച്ചതുപോലെ മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ കുടുംബത്തെയും അലൈഹിമുസ്സലാം നീ പ്രശംസിക്കണമേ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും കുടുംബത്തിലും അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും നബി കുടുംബത്തിലും അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തേട്ടാണ്. അതാണ് അല്ലാഹുമ്മ ബാരിക്, അള്ളാഹുവെ നിൻ്റെ ബർക്കത്ത് നീ അവതരിപ്പിക്കണമേ. ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മയാണ്, അനുഗ്രഹമാണ്, ഔദാര്യമാണ്. ഇത് അവതരിപ്പിക്കാൻ ഉള്ള തേട്ടാണ്. അവിടെ ഇന്നക ഹമീദും മജീദ് രണ്ടോടത്തും കാരണം നീ ഹമീദാണ്, നീ മജീദാണെന്നാണ്. കാരണം നീ ഹമീദാണ്, മജീദാണ്. അതുകൊണ്ട് നിൻ്റെ സ്വലാത്തും നിൻ്റെ ബർക്കത്തും മുഹമ്മദിലും കുടുംബത്തിലും നീ അവതരിപ്പിക്കണമേ. ഇബ്രാഹീമിലും കുടുംബത്തിലും നീ അവതരിപ്പിച്ചിട്ടുണ്ട് അത് എന്നുള്ളതാണ് ഇവിടെ ഹദീസ് നമ്മളോട് അറിയിക്കുന്നത്. ദുആഇൻ്റെ സലാത്തിൻ്റെ മറ്റ് കുറേ രീതികൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രസിദ്ധമായ മറ്റൊരു രീതി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയതി കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയതി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. എന്താ? മുഹമ്മദിനെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്വാജ് ഭാര്യമാർ, ദുർരിയത്ത് സന്താനങ്ങൾ, അവരുടെ മേൽ സലാത്ത്, അള്ളാഹുവിൽ നിന്നുള്ള പ്രശംസ, ആദരവ്, അത് അള്ളാഹു ഏകാനുള്ള ദുആയാണ്. ഇബ്രാഹിമിൻ്റെ കുടുംബത്തിന് അള്ളാഹു ആ സലാത്ത് നൽകിയതുപോലെ അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും പത്നിമാരിലും സന്തതികളിലും അള്ളാഹുവിൻ്റെ ബർക്കത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടാണ്. ഇബ്രാഹിമിൻ്റെ കുടുംബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തേകിയതുപോലെ. എന്നിട്ട് അവിടെയും പറയുന്നത് എന്താ? ഇന്നക ഹമീദും മജീദ്, കാരണം നീ ഹമീദാണ്, മജീദാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, സലാത്തുമായി ബന്ധപ്പെട്ട ദുആകളുടെ ഒക്കെ ഒടുവിൽ കാണാം ഇന്നക ഹമീദും മജീദ്. കാരണം എന്നുള്ള അർത്ഥത്തിലാണ്. തഅലീലിൻ്റെ ഇന്നയാണത്, തീർച്ചയായും എന്ന അർത്ഥമുണ്ട്. അതോടൊപ്പം അത് തഅലീലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഹമീദാണ്, അള്ളാഹു മജീദാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ സലാത്തും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ, ഭാര്യമാരിൽ, മക്കളിൽ, അതേപോലെ ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അവർ മൊത്തത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹു ഹമീദാണെന്നതിൻ്റെയും അള്ളാഹു മജീദാണെന്നതിൻ്റെയും തേട്ടമാണ് അള്ളാഹുവിൽ നിന്നുള്ള സലാത്തും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തും. നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ച പറഞ്ഞ ആയത്ത് അതെന്താ? മലക്കുകൾ വന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും സാറക്കും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന സുവിശേഷം അറിയിച്ചു, സന്തോഷ വാർത്ത അറിയിച്ചു. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും സാറക്കും വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്ത് അവരെത്തിയിട്ടും അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അജൂസായി, എന്താ, പറ്റക്കളവനായി.
അതേപോലെ സാറയും വാർദ്ധക്യത്തിലായി. പിന്നെ സാറയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം എന്ന ഒരു വിഘ്നം, തടസ്സത്തിനപ്പുറം അവർക്ക് വന്ധ്യത എന്ന ഒരു കുറവ് കൂടിയുണ്ട്. വന്ധ്യത എന്ന കുറവ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഫബശ്ശറൂഹു ബിഗുലാമിൻ അലീം, അലീമായ ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്ന സുവിശേഷമാണ് മലക്കുകൾ അവരെ അറിയിച്ചത്. അപ്പം എന്താ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജ്ഞാനിയായ അറിവുള്ള ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത മലക്കുകൾ അറിയിച്ചപ്പോൾ ഫഅഖ്ബലത് ഇംറഅതുഹു ഫി സർറത്തിൻ ഫസക്കത് വജ്ഹഹ വഖാലത് അജൂസുൻ അഖീം. ഫഅഖ്ബലത് ഇംറഅതുഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ സാറ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഫി സർറത്തിൻ, അവരൊരു ശബ്ദം പുറപ്പെടുവിച്ചിട്ടാണ് വന്നത്. കാരണം അവർക്ക് തന്നെ അത്ഭുതം. ഫസക്കത് വജ്ഹഹ എന്നാണ്. ഈ വാർത്ത കേട്ടപ്പോൾ അവരവരുടെ മുഖത്തടിച്ചു പോയി എന്നാണ്. മുഖത്തടിച്ചു പോയി. എന്നിട്ട് അവർ പറയാണ് വഖാലത്ത് അജൂസുൻ അഖീം, വൃദ്ധയാണ്, അഖീം വന്ധ്യയാണ്, കിളവിയാണ്. ഇതാണ് അവർ പറയുന്നത്. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത് കദാലികി ഖാല റബ്ബുക്കി, കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പുലരും. അത് റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് അപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഇനി അതിലൊന്നുമില്ല. ഇത് സൂറത്ത് ദാരിയാത്തിൻ്റെ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. സൂറത്ത് ഹൂദിൽ എന്താ സാറ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഖാലത്ത് യാ വൈലത അലിദ് വഅന അജൂസ് വഹാദാ ബഅലി ശൈഖ ഇന്ന ഹാദാ ലശൈഉൻ അജീബ്. ഖാലത്ത്, സാറ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു യാ വൈലത. യാ വൈലത എന്നുള്ളത് ആശ്ചര്യം കൂടുമ്പോൾ അജബ് ഏറുമ്പോൾ പ്രയോഗിക്കും. അവർക്ക് ആകെ അവർ ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതം കൂറി. ആ അലിദ്, ഞാൻ പ്രസവിക്കുകയോ? വഅന അജൂസ്, ഞാനൊരു കിളവിയായിരിക്കെ, വൃദ്ധയായിരിക്കെ. വഹാദാ ബഅലി ശൈഖ, ഇതാ എൻ്റെ ഭർത്താവ് ഷെയ്ഖാണ്. എന്താ ഷെയ്ഖ് എന്നാണ്? കിളവനാണ്. ഇന്ന ഹാദാ ലശൈഉൻ അജീബ്, ഇതൊരു മഹാത്ഭുതം തന്നെ എന്ന് പറയാൻ. വാർദ്ധക്യത്തിൽ ഒടിഞ്ഞു വളഞ്ഞ് കിളവനായ ദമ്പതികൾ, പിന്നെയോ വന്ധ്യ എന്നുള്ള ഒരു തടസ്സം, അതും അവർക്കുണ്ട്. അങ്ങനെയുള്ള ഞാൻ പ്രസവിക്കുകയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം മലക്കളുടെ പ്രതികരണം എന്താ? ഖാലു അതഅജബീന മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന, അതിലാണ് നിങ്ങൾ അത്ഭുതം കൂറുന്നത്. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാറ, ആ ദമ്പതികളുടെ അവരെ വിളിച്ചിട്ട് പറയാണ്, വീട്ടുകാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബർക്കത്തും അത് നിങ്ങളിൽ ഭവിക്കട്ടെ, പുലരട്ടെ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നഹു ഹമീദുൻ മജീദ്. ഇന്നഹു, കാരണം അള്ളാഹു ഹമീദുൻ, ഹംദുടയവനാണ്. മജീദുൻ, മജിദുടയവനാണ്. അള്ളാഹു അത്യുന്നതനും ഔദാര്യവാനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അവനേകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭൗതികമായ തടസ്സങ്ങൾ, എന്ത് വിഘ്നതകൾ, ഒന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനേകും, അവൻ നൽകും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദും മജീദും ആയതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും അവൻ്റെ ബർക്കത്തും അവൻ ഏകും എന്നാണ് പറഞ്ഞത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകി. ആർക്കേകി? ഇബ്രാഹീമിനേകി, ഇബ്രാഹിം കുടുംബത്തിനേകി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കേകി, ആല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനേകി. എന്താ നമ്മൾ ചരിത്രം വായിക്കണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആലു ഇബ്രാഹീമിനെ പ്രത്യേകം തിരഞ്ഞെടുത്തു, ഇബ്രാഹിം കുടുംബത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത ചിലരെ എണ്ണാണ്. അതിൽ ആല ഇബ്രാഹിം ഉണ്ട്, ഇബ്രാഹിം കുടുംബമുണ്ട്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഫഖദ് ആതൈനാ ആല ഇബ്രാഹിമൽ കിതാബ വൽ ഹിക്മ വ ആതൈനാഹും മുൽക്കൻ അദീമ.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഖദ് ആതൈന ആല ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബത്തിന് നാം നൽകിയിട്ടുണ്ട് അൽ കിതാബ് വേദം, വൽ ഹിക്മ ഹിക്മത്ത്, വആതൈനാഹും മുൽക്കൻ അദീമ മഹത്തായ അധികാരം ആധിപത്യം നാം ആലി ഇബ്രാഹിമിന് നൽകിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇബ്രാഹിം കുടുംബത്തെടുത്ത് നോക്കി നിങ്ങൾ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ, മറ്റൊരു ഭാര്യ ഹാജർ. സാറയിൽ ഇസ്ഹാഖ് കുട്ടിയുണ്ടായി. ഇസ്ഹാഖിന് 2 മക്കൾ, യാക്കൂബ് അൽ ഈസ്, യാക്കൂബും ഈസും. ഹാജറിൽ ഇസ്മായിൽ. ഇസ്മായിലിൻ്റെ സന്താന പരമ്പരയിൽ അറബികൾ. ഇസ്ഹാഖിൻ്റെ സന്താന പരമ്പരയിൽ യാക്കൂബ്, അതുപോലെ അൽ ഈസ്. യാക്കൂബിൻ്റെ സന്താന പരമ്പരയിലാണ് അൽ അസ്ബാത്ത്. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു മകനാണ് അൽ ഈസ്. ഈസിൻ്റെ സന്താന പരമ്പരയിലാണ് റോമക്കാർ, ഇന്നത്തെ യൂറോപ്യരും അതേപോലെ തന്നെ അമേരിക്കൻസൊക്കെ ആ ഗണത്തിലാണ് എണ്ണപ്പെടുന്നത്. ചരിത്രകാരന്മാരുടെ ചരിത്ര പക്ഷ വായനയിൽ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിശ്ചയിച്ചത് ആരില? ആലു ഇബ്രാഹിമിലാണ് നബിമാർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം എല്ലാ നബിമാരും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്ത് വഈസ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാന വആതൈനാ ദാവൂദ സബൂറ. താങ്കൾക്ക് വഹി നൽകപ്പെട്ടതുപോലെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്കും ശേഷമുള്ള നബിമാർക്കും വഹി നൽകിയതുപോലെ നാം താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ് വഔഹൈന ഇലാ ഇബ്രാഹീമിന് നാം വഹി നൽകി, വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ്, ഇസ്മായിലിനും ഇസ്ഹാഖിനും യാക്കൂബിനും നാം വഹി നൽകി. ആരാ ഇസ്മായിൽ, ആരാ ഇസ്ഹാഖ്? ഇസ്മായിലും ഇസ്ഹാഖും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കൾ. യാക്കൂബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരക്കുട്ടി. വൽ അസ്ബാത്ത്, ആരാ അസ്ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ഹാഖിൻ്റെ പേരമക്കളാണ്. ഇസ്ഹാഖിൻ്റെ പേരമക്കൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾക്കാണ് അസ്ബാത്ത് എന്ന് പറയുക. അതിൽ യൂസുഫ് ഉണ്ട്, അതിൽ ബിനിയാമീൻ ഉണ്ട്, അതേപോലെ തന്നെ ഷംഊന്, യഹൂദ തുടങ്ങി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 12 മക്കൾ. ആ 12 മക്കളാണ് 12 കൈവഴികളായി 12 ഗോത്രങ്ങളും തലമുറകളുമായിട്ട് ബനു ഇസ്രായേൽ സന്തതികൾ. ശേഷം പറഞ്ഞ നബിമാരൊക്കെ ഉണ്ടല്ലോ, ഈസ, അയ്യൂബ്, യൂനുസ്, ഹാറൂൻ, സുലൈമാൻ, ദാവൂദ്, ഇവരൊക്കെ ആരില്ല? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പൗത്രന്മാരിൽ പിറക്കൊണ്ട പ്രവാചക പുങ്കവന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്ബാത്തിനും വഹിയേകി എന്നാണ് ഇവിടെ പറയുന്നത്. അഥവാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 12 മക്കൾ, യൂസുഫ്, ബിന്യാമീൻ, യഹൂദ, ഷംഊൻ തുടങ്ങിയ ഈ 12 മക്കൾ, അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയേകിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വരിയിൽ ഏറ്റവും ആദരിച്ച കുടുംബമാണ് ആലു ഇബ്രാഹിമിൻ്റെ കുടുംബം. കാരണം എന്താ? പ്രവാചക പുങ്കവന്മാർ സിംഹരും ആ കുടുംബത്തിലാണ് പിറക്കൊണ്ടത്. അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരില്ല? ആലി ഇബ്രാഹിമിലാണ്. കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനമായി ഇസ്മായിലിൻ്റെ സന്താന പരമ്പരയിലാണ് ആര്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
മാത്രമല്ല നബിമാരെ അനുധാവനം ചെയ്യുന്ന മഹത്തുക്കളാണ് ഔലിയാക്കന്മാർ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അതാണല്ലോ ഔലിയാക്കൾ. വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്തവരാണ് ഔലിയാക്കൾ. അവർ നബിമാരെ അനന്തരം എടുക്കുന്നവരാണ്. അപ്പോൾ ഔലിയാക്കൾ അതേപോലെ തന്നെ നബിമാരെ വൈജ്ഞാനികമായി അനന്തരമെടുത്ത, അങ്ങനെയുള്ള അനന്തരത്തെ നബിമാരിൽ നിന്നുള്ളൂ. നബിമാർ ദീനാറുകളും ദിർഹമുകളും സ്വത്ത് വിട്ടേച്ച് പോയിട്ടില്ല. പിന്നെ അവർ ഇൽമാണ്, അറിവാണ് വിട്ടേച്ചത്. അപ്പം നബിമാരെ അനന്തരമെടുത്ത ഉലമാക്കൾ ഒക്കെ ആരിൽ പെട്ടതാ? ആലി ഇബ്രാഹിമിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ കുടുംബത്തിൻ്റെ ഒരു ധന്യത, അനുഗ്രഹം. ആരാ ഈ അനുഗ്രഹം, ധന്യത ആ കുടുംബത്തിന് നൽകിയത്? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹും അലൈക്കും അഹ്ലൽ ബൈത്ത്. വീട്ടുകാരെ വിളിച്ചിട്ട് മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ബർക്കത്തും അള്ളാഹിൻ്റെ റഹ്മത്തും നിങ്ങളിൽ ഉണ്ടാകട്ടെ. കാരണം അള്ളാഹു ഹമീദാണ്, അള്ളാഹു മജീദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്തിൽ, അള്ളാഹു ഏകുന്നതായ അനുഗ്രഹത്തിൽ അതിന് എണ്ണവും വണ്ണവുമല്ല, കണക്കില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി കുടുംബത്തിൻ്റെ ചരിത്രം വായിച്ചാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിൻ്റെ ചരിത്രം വായിച്ചാലും നമ്മൾ എന്താ വായിക്കണത്? ഹാജർ, അവരുടെ സ്ഥാനം എന്താ? ഹാജർ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്ക് തന്നെ വരുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്ര പ്രസിദ്ധമായ പല യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിലേക്കുള്ള യാത്രയിൽ ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇത് അത അല ജബ്ബാരി മിനൽ ജബാബിറ എന്നാണ്. ഒരു അഹങ്കാരിയായ ഒരു ഭരണാധികാരിയുടെ അടുക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തുകയാണ്. കൂടെ ആരുണ്ട്? സാറുണ്ട്. അന്ന് രണ്ടാളുകളാണ് ആദർശത്തിലുള്ളത്, ഇസ്ലാമിലുള്ളത്. ഒന്ന് ഇബ്രാഹിമും മറ്റൊന്ന് സാറയും, ഭാര്യ സാറയും. മനസ്സിലായില്ലേ? സാറയാകട്ടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇംറഅത മിൻ അഹ്സനിന്നാസ് എന്നാണ്, ലോകരിൽ ഏറ്റവും സുമുഖിയാണ് എന്നാണ്. സുമുഖി, ഏറ്റവും സുന്ദരിയായ സാറ ഇബ്രാഹിം നബിയോടൊപ്പം. അങ്ങനെ അഹങ്കാരിയായ ഒരു ഭരണാധികാരിയുടെ അടുക്കൽ എത്തുകയാണ്. അപ്പോൾ ഈ ഭരണാധികാരി ഇബ്രാഹിമിനോട് ചോദിക്കുകയാണ്, അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, അത് ആരാണ്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭാര്യ എന്ന് പറയാൻ പേടി. കാരണം എന്താ? ഈ ദുഷ്ടൻ അങ്ങനെയുള്ളവരെ തട്ടിയെടുക്കുന്ന, കൈക്കലാക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ സഹോദരിയാണ് എന്നാണ് പറഞ്ഞത്. സഹോദരിയാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചത് ആദർശ സഹോദരി എന്നാണ്. കാരണം സാറ അടുത്തുണ്ടായിരിക്കുകയാണ് അയാളോട് പ്രതികരിച്ചത്, ഇതെൻ്റെ സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് സാറയെ തിരുത്തുന്നുണ്ട്. സാറയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, സാറ നീ എൻ്റെ സഹോദരി എന്ന് പറയുകയുണ്ടായി അവിടെ ആ അഹങ്കാരിയായ ഭരണാധികാരിക്ക് മുമ്പിൽ. അത് ഞാൻ പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? നീ എൻ്റെ ആദർശ സഹോദരി. കാരണം ഈ ഭൂമിക്കുപരിയിൽ ഞാനും നീയുമല്ലാതെ ഈ ആദർശത്തിൽ മൂന്നാമതായി ഒരാളില്ല എന്ന് പറയുന്നുണ്ട്. സാറയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഈ ദുഷ്ടൻ പലതവണ ശ്രമിച്ചത് ഹദീസുകളിൽ കാണാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുഷ്ടനെ സാറയിൽ നിന്ന് ചെറുക്കുകയാണ്. അങ്ങനെ സാറയുടെ ആദരവും സ്ഥാനവും മനസ്സിലാക്കിയ ആ ദുഷ്ടൻ ഹാജർ എന്ന് പറയുന്ന ഒന്നുകിൽ തൻ്റെ പുത്രി അല്ലെങ്കിൽ തൻ്റെ ഭൃത്യ, അവരെ സാറയ്ക്ക് ഖാദിമത്തായിട്ട് നൽകുകയാണ്. അങ്ങനെ സാറ തനിക്ക് ലഭിച്ച ഖാദിമായ ഹാജറിനെയും കൊണ്ട് വരികയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സാറ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മാത്രമല്ല ഹാജറിനെ ഭർത്താവ് ഇബ്രാഹിമിന് സാറ സമ്മാനിക്കുകയാണ്. അങ്ങനെയാണ് ഹാജർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇബ്രാഹിം സാറ ദമ്പതികൾ ഏറെ അനുഗ്രഹീതരായ ദമ്പതികളാണ് ഈ ദുനിയാവിൽ. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നാളെ പരലോകത്ത് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞത്, ഔലാദുൽ മുസ്ലിമീൻ യതകഫലുഹും ഇബ്രാഹിമു വസാറ. ഔലാദുൽ മുസ്ലിമീൻ ഫി
ജബലിൻ മിൻ ജിബാലിൽ ജന്ന ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളുടെ കുട്ടികൾ സ്വർഗത്തിലെ ഒരു പർവ്വതത്തിലാണ്. യതകഫലുഹും ഇബ്രാഹിം വസാറ, അവരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും സാറയുമാണ് സംരക്ഷിച്ച് വളർത്തുന്നത് എന്നാണ്. അപ്പം സ്വർഗത്തിൻ്റെ മികവിൽ ഇബ്രാഹിമും സാറയും അവർ മുസ്ലിമീങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതാണ്. മുസ്ലിമീങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചെറുപ്രായത്തിൽ മരണപ്പെട്ട മുസ്ലിമീങ്ങളുടെ കുട്ടികൾ അവരെ ഇബ്രാഹിമും സാറയും സ്വർഗത്തിൽ പോറ്റുന്നു എന്നാണ്. അന്ത്യനാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ മാതാപിതാക്കൾക്ക് അവർ തിരിച്ചു നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഈ ദമ്പതികളുടെ പാരത്രിക അവസ്ഥയും ദുനിയാവിൽ അവർക്കുള്ള സ്ഥാനം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനവും പദവിയും. വ ഇബ്രാഹിം അല്ലദീ വഫ ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പോരീശകൾ, മഹത്വങ്ങൾ ധാരാളമായിട്ട് എണ്ണിയത് നമുക്ക് വായിക്കാനുണ്ട്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വബാറകന അലൈഹി വഅല ഇസ്ഹാഖ്, അള്ളാഹു അവൻ്റെ ബർക്കത്ത് ഇബ്രാഹീമിൽ അവതരിപ്പിച്ചു, ഇസ്ഹാക്കിൽ അവതരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ബർക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാക്കിൽ ഏകിയത് കാരണത്താൽ നോക്കി നിങ്ങൾ, ഇസ്ഹാക്കിൽ കുട്ടികളുണ്ടായി. ഒരു കുട്ടി യാക്കൂബ്, ആ യാക്കൂബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. രണ്ടു പേരും വിശുദ്ധ ഖുർആനിലുണ്ട്. വമിൻ വറാഇ ഇസ്ഹാഖ യാക്കൂബ്, ഇസ്ഹാക്കിന് പിന്നാലെ യാക്കൂബ് എന്ന കുട്ടിയെ സാറാക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അപ്പോൾ യാക്കൂബ് എന്ന പേര്. അതേപോലെ കുല്ലു താമി കാന ഹില്ലലി ഇസ്രായേൽ ബനി ഇസ്രായേൽ ഇല്ലാ മാ ഹറമ ഇസ്രായേൽ അലാ നഫ്സി, അവിടെ ഇസ്രായേൽ തനിക്ക് തടഞ്ഞതൊഴികെ എന്ന് പറയുന്നത്. അവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് യാക്കൂബ് നബിയാണ്. അപ്പോൾ ഇസ്രായേൽ, യാക്കൂബ് എന്നീ പേരുകൾ അറിയപ്പെടുന്നതായ കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ഇസ്ഹാക്കിനാണ്. മാത്രമല്ല ആ യാക്കൂബിലൂടെയാണ് അസ്ബാത്ത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകിയ, ദിവ്യബോധനം നൽകിയ മഹത്തുക്കളാണ് അസ്ബാത്ത്. ലാ തസ്രീബ അലൈക്കും യഗ്ഫിറുല്ലാഹു ലക്കും, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അസ്ബാത്തിൽ ഒരാളാണ് യൂസുഫ്. അതേപോലെ ബിനിയാമീൻ. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റ് 10 സഹോദരങ്ങൾ, ആ 10 സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവരുടെ അജ്ഞാത നാളുകളിൽ കിണറ്റിലെറിഞ്ഞു. പിതാവിനോട് വന്നവർ കളവ് പറഞ്ഞു. പക്ഷേ എന്താ അവരുടെ വിഷയത്തിൽ യൂസുഫ് നബി പറഞ്ഞ ലാ തസ്രീബ അലൈക്കും, നിങ്ങൾക്കെതിരിൽ ഇന്നെന്തില്ല, ഒരാക്ഷേപമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കട്ടെ എന്നാണ്. അപ്പോൾ ആ ദുആ ലഭിച്ച അസ്ബാത്ത് അവരാരില്ല, അവർ ഇസ്ഹാക്കിൻ്റെ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരമക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിനെയും വേദഗ്രന്ഥങ്ങളെയും നിലനിർത്തിയത് ആ കുടുംബത്തിലാണ്. ആലു ഇസ്ഹാക്കിൻ്റെ കുടുംബത്തിലാണ്. അതിൽ ബനു ഇസ്രായേലിൻ്റെ സന്താന പരമ്പരകളും, പിന്നെ ബനുൽ ഈസ് ആരാണ്? ഇസ്ഹാഖ് നബിയുടെ മറ്റൊരു മകൻ ഈസിൻ്റെ സന്താന പരമ്പരകളാണ്. അതാണിന്ന് നമ്മൾ റോമക്കാരും മറ്റുമായിട്ട് ചരിത്രത്തിൽ വായിക്കുന്ന വിഭാഗം. ഏതായാലും ആലി ഇബ്രാഹിം ആ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഹാജറിൻ്റെ മഹത്വം എന്താ? ഹാജറിൻ്റെ മഹത്വം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഹാജർ, അവരിൽ ഇസ്മായിൽ കുട്ടി ഉണ്ടായി. ആ കുട്ടിയെയും ഉമ്മയെയും മക്കയിൽ പാർപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത്. ആ വിധി അനുസരിച്ചത് ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ പാർപ്പിച്ചു. ആ മക്കയിൽ പാർപ്പിക്കപ്പെടുന്ന നാളിൽ മക്ക വിജനമാണ്, ശൂന്യമാണ്. ആൾക്കൂട്ട സംസ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന്യം അന്ന് മക്കയിലില്ല. മൂകമായ കറുത്ത മലകളല്ലാതെ, അതിൻ്റെ താഴ്വാരങ്ങളല്ലാതെ ഇന്ന് കാണുന്ന ഒരു ലക്ഷണങ്ങളും അന്ന് മക്കത്തുണ്ടായിരുന്നില്ല.
ആ സാഹചര്യത്തിൽ എങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നും എങ്ങനെ അള്ളാഹുവിൽ അർപ്പിക്കണമെന്നും പഠിപ്പിച്ചത് ഹാജറാണ്. ലോകർക്കും എല്ലാം ആ വിഷയത്തിൽ ഹാജർ മാതൃകയാണ്. കാരണം എന്താ, പറക്കമുറ്റാത്ത കുഞ്ഞിനെയും ഹാജറിനെയും ഇബ്രാഹിം നബി കഅബത്തിൻ്റെ പരിസരത്ത് പാർപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മടങ്ങുകയാണ്, നീണ്ട കാൽവെപ്പുകളിൽ. എത്ര പ്രാവശ്യം ഹാജർ വിളിച്ചു, ഇബ്രാഹിം ഇബ്രാഹിം. പ്രതികരിക്കാതെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയതനുസരിച്ച്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അള്ളാഹു കൽപ്പിച്ചിട്ടാണോ ഈ ഞങ്ങളവിടെ ആക്കി പോണത് എന്നുള്ളതാണ്. അതിന് മാത്രമാണ് നഅം എന്ന് പ്രതികരിച്ചത്. അപ്പോഴാണ് ഹാജർ പറഞ്ഞത്, ഇദൻ ലാ യുദയ്യഊന, എങ്കിൽ ആ കൽപ്പിച്ച അള്ളാഹു ഞങ്ങളെ കയ്യൊഴിക്കൂല, പാഴാക്കൂല, ഞങ്ങൾ അള്ളാഹു രക്ഷിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം തവക്കുലിൽ ലോകർക്ക് മാതൃകയായി അള്ളാഹുവിൽ അർപ്പിച്ചു, അവർ അള്ളാഹുവിൽ സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ, നമ്മൾ ഇന്ന് കഅബയുടെ പരിസരത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആരുടെ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്നത്, അയവിറക്കുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ അനുസ്മരിക്കുന്ന ചരിത്രങ്ങളിൽ ഒന്ന് അത് ഹാജറിൻ്റെ ചരിത്രമാണ്. സംസം നമ്മളോട് പറയുന്നത് ഹാജറിൻ്റെ ചരിത്രമാണ്. സഫയും മർവയും അവിടെയുള്ള ആമുഖമായ മലകളുമൊക്കെ നമ്മളോട് ഓതുന്നത് ചരിത്രത്തിൽ പലരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രങ്ങളിൽ ഒന്ന് ഹാജറിൻ്റെ ചരിത്രമാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, എന്താ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്? സത്യസന്ധനായ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രീഭൂതനായ പ്രവാചകൻ, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലനത്തിൽ മാതൃകയായ പ്രവാചകൻ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മജീദാണ്. അത് കാരണത്താൽ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തും അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും വീട്ടുകാരെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദും മജീദുമായത് കാരണത്താൽ ഇബ്രാഹിമിലും ഇബ്രാഹിമിൻ്റെ കുടുംബത്തിലും അള്ളാഹുവിൽ നിന്നുള്ള സലാത്തും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തും അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സലാത്ത്, അള്ളാഹുവിൽ നിന്നുള്ള പ്രശംസയും അള്ളാഹുവിൽ നിന്നുള്ള ആദരവും, അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത്, നന്മയും ഔദാര്യവും, ഇതൊക്കെ നേടിയ ആ കുടുംബത്തിൻ്റെ അനുഗ്രഹാവസ്ഥയാണ് നമ്മൾ സഹോദരന്മാർ ഇത്തരം ചരിത്രങ്ങളിലൂടെ ഇവിടെ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിൻ്റെ രാവിൽ മിഅ്റാജ് പോയി. അങ്ങനെ വാനങ്ങൾക്കുപരിയിൽ എത്ര നബിമാരുമായിട്ട് സന്ധിച്ചു? എല്ലാ നബിമാരിൽ നിന്നും പല സന്ദേശങ്ങളാണ് നമുക്ക് ഹദീസുകളിലൂടെ വായിക്കാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നമുക്ക് നൽകിയ സന്ദേശം എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം. മുഹമ്മദേ, നിങ്ങൾ മിഅ്റാജ് കഴിഞ്ഞിട്ട് ഉമ്മത്തികളിലേക്ക് ചെല്ലുമല്ലോ, അപ്പോൾ എന്നിൽ നിന്ന് ഉമ്മത്തിനോടുള്ള സലാം പറയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് സലാം മോദി അയച്ചു. അഖ്രി ഉമ്മതക മിന്നി അസ്സലാം, എൻ്റെ സലാം ഉമ്മത്തികളോട് ചൊല്ലി അറിയിക്കണം. ആരാ സലാം പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് പറയാണ്, ഉമ്മത്തികളെ അറിയിക്കണം, വഅഖ്ബിർഹും ബി അന്നൽ ജന്നത ഖൈആൻ. സ്വർഗം എന്ന് പറഞ്ഞാൽ വിശാലമായ ഭൂസ്ഥലാണ്, വിശാലമായ ഇടാണ്. ആ സ്വർഗത്തിൽ കൃഷി ഇറക്കാനും വിത്തിടാനും ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 ശ്രേഷ്ഠ വചനങ്ങൾ അത് ചൊല്ലാൻ പഠിപ്പിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഗുണകാംക്ഷ മനസ്ഥിതി നമുക്ക് സലാം ചൊല്ലി അറിയിച്ചത്, അതേപോലെ തന്നെ നമുക്ക് ഇഹത്തിലും പരത്തിലും ഫലപ്രദമായ 4 ശ്രേഷ്ഠ വചനങ്ങൾ. ദുനിയാവ് കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ത്? ഈ 4 ശ്രേഷ്ഠ വചനങ്ങൾ. സൂര്യൻ ഉദിച്ച ഈ ദുനിയാവിൽ സൂര്യൻ്റെ വെട്ടവും ഊർജവുമേറ്റതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ 4 ശ്രേഷ്ഠ വചനങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ.
ഒരു ഉണങ്ങിയ ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിൽ ഒരു വടി കൊണ്ടടിച്ചാൽ എത്ര ഇലകൾ പൊഴിഞ്ഞു വീഴും, അതേപോലെ ഈ 4 വചനങ്ങൾ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ ഒരു മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങൾ അയാളിൽ നിന്ന് പൊഴിഞ്ഞു പോകും എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 4 ശ്രേഷ്ഠ വചനങ്ങൾ. ആ ശ്രേഷ്ഠ വചനങ്ങൾ ചൊല്ലാൻ, നിത്യമാക്കാൻ പ്രചോദനമാകി മാറി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുഗ്രഹിച്ചത്, അള്ളാഹുവിൻ്റെ പ്രശംസയും ആദരവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഏറ്റത്, അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനേറ്റത്, അതിൻ്റെ ഉദാഹരണങ്ങൾ ഇതേപോലെ നമുക്ക് ധാരാളമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഇതേപോലെ ആലു ഇബ്രാഹിം പോലെ തന്നെ ആലു മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആരാ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം? ആലു മുഹമ്മദിൽ, നബി കുടുംബത്തിൽ ആലു അബ്ബാസ്, ആലു ജാഫർ, ആലു അലി, ആലു അഖീൽ, ഇങ്ങനെ ആ ഗണം നീണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ വിശിഷ്യ ഫാത്തിമ അലൈഹി സ്വലാത്തു വസ്സലാമയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ സന്തതികൾ മാത്രമല്ല അഹ്ലുൽ ബൈത്ത്. പിന്നെ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്കാത്ത് സദക്ക നിഷിദ്ധമായ ബനു ഹാഷിമിലെ എല്ലാവരും അഹ്ലുൽ ബൈത്താണ്. ബനു ഹാഷിം, ബനുൽ മുത്തലിബ്. സക്കാത്ത് ഹറാമായവരാരുണ്ടോ അവരൊക്കെ എന്താണ്? അഹ്ലുൽ ബൈത്താണ്. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ സന്താന പരമ്പരകൾ മാത്രമല്ല, ചിലരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഹസൻ, ഹുസൈൻ, പിന്നെ സൈനബ്, ഉമ്മു കുൽസൂം, ചില റിപ്പോർട്ട് പ്രകാരം മുഹ്സിൻ എന്ന് പറയുന്നൊരു കുട്ടിയും, ഇവരുടെ സന്താന പരമ്പരകൾ മാത്രമല്ല നബി കുടുംബം. പിന്നെയോ നബി കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുണ്ട്. അതേപോലെ ആലു അലി, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാർ, സന്താനങ്ങൾ അവരുള്ളതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾ, അതേപോലെ തന്നെ ജാഫർ, ആലു ജാഫർ, അതേപോലെ തന്നെ ആലു അഖീൽ, ഇങ്ങനെ നബി കുടുംബം വിശാലാണ്. അവരുടെയൊക്കെ സന്താന പരമ്പരകൾ ഇവിടെ നിലനിന്നിട്ടുമുണ്ട്. അവരൊക്കെ അനുഗ്രഹീതരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവരിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആലാൻ്റെ കാലഘട്ടത്തിൽ വരൾച്ച ഉണ്ടായി, മഴയില്ല. ആ മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഉമർ എന്താ ചെയ്തത്? ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ മഴയ്ക്ക് വേണ്ടി തേടാൻ ഇമാമായിട്ട് നിശ്ചയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയായിരുന്നു മഴയ്ക്ക് വേണ്ടി തേടിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അപ്പോൾ എന്താ ഉമർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് അയച്ചു വെച്ച മാതൃക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ പോയിട്ട് റസൂലുള്ളാഹിനോട് തേടുക ചെയ്തത് അല്ല, പ്രത്യുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്ന കാരണവരുണ്ട്. അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പ്രായം കൂടിയ വ്യക്തിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയേക്കാൾ പ്രായം കൂടിയ വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കാണോ വയസ്സ് കൂടുതൽ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ? അപ്പം അദ്ദേഹം പറയാറുണ്ട്, ഞാൻ നബിയേക്കാൾ ഞാൻ അസന്നാണ്, വയസ്സിൽ മൂത്തവൻ ഞാനാണ്, സ്ഥാനത്തിൽ മൂത്തവനല്ല എന്ന് പറയാറുണ്ട്. ഏതായാലും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവോട് മഴയ്ക്ക് വേണ്ടിയിട്ട് തേടാൻ, ഇമാമത്ത് നിൽക്കാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ആജ്ഞാപിക്കാൻ. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മഴയ്ക്ക് വേണ്ടിയിട്ട് തേടും, മഴ വർഷിക്കാറുണ്ടായിരുന്നു എന്നാണ്. അബ്ബാസിൻ്റെ മക്കൾ ഫദ്ല്, കുസും, അബ്ദുള്ള, ഇവരുടെയൊക്കെ സ്ഥാനം എന്താ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ചെറുപ്രായക്കാരനാണ്, 12-13 വയസ്സാണ്. ഉമർ റളിയല്ലാഹു തആലാൻ്റെ ഖിലാഫത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പ്രശ്നങ്ങൾ കലുഷിതമായാൽ, വലിയ പ്രയാസമായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ തീർപ്പിന് മശൂറ കൂടാൻ ഉമർ തിരഞ്ഞെടുത്തിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെയാണ് മാനിച്ചിരുന്നത്, പരിഗണിച്ചിരുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കുടുംബം, അതേപോലെ തന്നെ ജാഫറിൻ്റെ കുടുംബം ആലു ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്തയിൽ ഷഹീദായി. പക്ഷേ ജാഫറിൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, അബ്ദുള്ളയും മുഹമ്മദും ഒക്കെ. യബ്നൽ ജനാഹൈൻ, യബ്ന ദിൽ ജനാഹൈൻ, അങ്ങനെയായിരുന്നു അബ്ദുള്ളയൊക്കെ വിളിച്ചിരുന്നത് തന്നെ. 2 ചിറകുകളുള്ളവ ജാഫറിൻ്റെ പുത്രരെ എന്നാണ് ജാഫറിനെ തന്നെ വിളിച്ചിരുന്നത്, യബ്ന ദിൽ ജനാഹൈൻ. അതെന്തുകൊണ്ടാ? ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്തയിൽ ഷഹീദായി. മുഅ്തയിൽ ജാഫർ റളിയല്ലാഹു തആല അൻഹു റോമാക്കാരോടുള്ള ഏറ്റുമുട്ടലിൽ ഷഹീദായപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കരങ്ങളും ഛേദിക്കപ്പെട്ടിരുന്നു, 2 കൈയും മുറിക്കപ്പെട്ടിരുന്നു. അങ്ങനെ കൈകളറ്റ് ജാഫർ രണഭൂമിയിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഫറിൻ്റെ മരണവാർത്ത സഹാബത്തിനോട് മദീനയിൽ വഹയിലൂടെ പറയുമ്പോൾ വികാരഭരിതനായിരുന്നു. തിരുനബിയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചിരുന്നു, ഏറെ പ്രയാസപ്പെട്ടിരുന്നു. കൈകൾ 2 അറുത്തു മാറ്റപ്പെട്ട ജാഫർ കൈകളില്ലാതെയാണ് പരലോകത്തേക്ക് യാത്രയാകുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഫറിന് ആ കൈകൾക്ക് പകരം സ്വർഗത്തിൽ പാറി നടക്കാൻ 2 ചിറകുകൾ നൽകി. അതുകൊണ്ടാണ് അദ്ദേഹം ദുൽ ജനാഹൈൻ, 2 ചിറകുകളുള്ള ജാഫർ എന്ന സ്ഥാനപ്പേരിന് അർഹനായത്. അപ്പോൾ ആ ജാഫറിൻ്റെ മകനെ വിളിക്കുമ്പോൾ എങ്ങനെ വിളിച്ചിരുന്നത്? യബ്ന ദിൽ ജനാഹൈൻ, 2 ചിറകുകൾ നൽകപ്പെട്ട ജാഫറിൻ്റെ പുത്രരെ എന്നായിരുന്നു വിളിക്കപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജാഫർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ള, അതേപോലെ മുഹമ്മദ് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തതും അങ്ങനെ അവർക്ക് പിൽക്കാലത്തുണ്ടായ അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ ആലു ജാഫർ, അതേപോലെ തന്നെ ആലു അബ്ബാസ്, അതേപോലെ ആലു അഖീൽ, ഈ അഖീൽ, ജാഫർ, അലി, ഇവരൊക്കെ എന്താണ്? അബൂ താലിബിൻ്റെ മക്കളാണ്. അവരൊക്കെ നബി കുടുംബത്തിൽ എണ്ണപ്പെടുന്നവരാണ്. അതേപോലെ തന്നെയാണ് ആലു അലി, അലിയാരുടെ കുടുംബം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾ. അതിൽ ഹസൻ, ഹുസൈൻ, ഉമ്മു കുൽസൂം, സൈനബ്, ഈ 4 മക്കൾ. പിന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം വേറെയും ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കെ അലി റളിയല്ലാഹു അൻഹു വേറെ കല്യാണം കഴിച്ചിട്ടില്ല. തിരുവിയോഗ ശേഷം, അത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, റമദാൻ മാസമായി. ആ റമദാൻ മാസത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു തആല അൻഹു വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. മുഹമ്മദ് ബിനുൽ ഹനഫിയ, ആരാ? മുഹമ്മദ് ബിൻ ഹനഫിയ അലി റളിയല്ലാഹു തആലാന്റെ പുത്രനാണ്, അലിയാരുടെ പുത്രനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. അലിയാരുടെ മുഹമ്മദ് എന്ന് പറയുന്നത് ഈ മകൻ ഫാത്തിമ റളിയല്ലാഹു തആലയിൽ പിറന്ന മകനല്ല, പിന്നെയോ അത് ബനു ഹനീഫ ഗോത്രത്തിൽ നിന്ന് അലി റളിയല്ലാഹു തആല കല്യാണം കഴിച്ച ഒരു മഹദിയിലുണ്ടായ കുട്ടിയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് ബിനുൽ ഹനഫിയ എന്ന് ആ കുട്ടിക്ക് പേര്. അദ്ദേഹത്തിൻ്റെ മഹത്വം പറയുന്ന ഹദീസുകൾ, അദ്ദേഹം വലിയ ഔദാര്യവാനായിരുന്നു, പാണ്ഡിത്യത്തിൽ നിറവുള്ള വ്യക്തിത്വമായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സ്വലാത്തും പ്രശംസയും, അതേപോലെ ആദരവും അനുഗ്രഹവും, അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ളതായ ബർക്കത്ത്, ഔദാര്യം, നന്മ, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായി. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏകി. കാരണം അള്ളാഹു ഹമീദാകുന്നു, അള്ളാഹു മജീദാകുന്നു. അള്ളാഹുവിൻ്റെ മജിദിൻ്റെയും ഹംദിൻ്റെയും തേട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇவ்விധം അടിയാറുകളെ ആദരിക്കുക എന്നുള്ളത്, അടിയാറുകളെ ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മജീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു അത്യുന്നത സ്ഥാനമുള്ളവനും അത്യുദാരനുമാണ്. അവൻ ഔദാര്യമേകും, അവൻ മഹത്വം ഉടയവനാണ്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു ഭാഗം എന്താ? പ്രധാനപ്പെട്ട ഭാഗം നമുക്കും അള്ളാഹുവിൽ നിന്ന് ഔദാര്യം ഉണ്ടാകണം. നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് വേണം? അള്ളാഹുവിനോട് ഇരക്കണം, അള്ളാഹുവിനോട് തേടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങൾ നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളതായ കാരണങ്ങൾ പ്രാവർത്തികമാക്കിയിട്ട് നമ്മൾ അതിന് അർഹരും യോഗ്യരുമാകാൻ
പരിശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ അൽ മജീദ് എന്നുള്ള അള്ളാഹുവിൻ്റെ പേര് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ മജീദ് എന്ന പേര് അള്ളാഹ്ക്കുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിൻ്റെ കലാമിന് മജീദ് എന്ന വിശേഷണമുണ്ട്. ബൽ ഹുവ ഖുർആനും മജീദ്. ഖുർആൻ എന്താണ്? അത് മജീദാണ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖുർആൻ മജീദാണ്. അങ്ങനെയുള്ള ഖുർആനെ കൊണ്ട് സത്യം ചെയ്യണം. എന്താ ഖുർആൻ മജീദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം? ഖുർആൻ്റെ ഉപകാരം, ഖുർആൻ കൊണ്ടുള്ള ഗുണം സാർവത്രികമാണ്, അത് സമ്പൂർണ്ണമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഗുണവും മേന്മയും നന്മയും അത് സമ്പൂർണ്ണമാണ്, അത് എല്ലാവർക്കുമാണ്, സാർവത്രികമാണ്. ആ ഗുണം ലഭിക്കാൻ, നന്മ ലഭിക്കാൻ നമ്മൾ ഖുർആനെ മുഖവിലക്കെടുക്കണം. നമ്മൾ ഖുർആനെ മുഖവിലക്കെടുക്കണം. നമുക്കറിയാം, ഇമാം ബുഖാരി മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അതിൽ സഹാബികൾ, അബൂ സഈദ് അൽ ഖുദ്രിയൊക്കെ ഉൾപ്പെട്ട സഹാബികളുടെ സംഘം ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ 30 പേരുണ്ട്. അവരൊരു നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയപ്പോൾ ആ നാട്ടുകാരോട് അവരെന്ത് ചെയ്ത് ഭക്ഷണം ചോദിച്ചു. ആ നാട്ടുകാർ പിശുക്കന്മാരായിരുന്നു, ഒരു ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ നാട്ടുകാരുടെ ഗോത്ര തലവന് ഒരു തേളുകടി ഏൽക്കുന്നത്, തേള് കുത്തി. അപ്പോൾ തേള് കുത്തിയപ്പോൾ ആ നാട്ടുകാർ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. സഹാബികളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഫീക്കും അഹദ് യർഖി മിനൽ അഖ്റബ്. തേള് കുത്തിയതിനെ മന്ത്രിക്കുന്ന വല്ലവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ചോദിക്കണത്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് സഹാബത്തിന് വേണം. ആ ഗോത്രക്കാരുണ്ടല്ലോ, ആ ഗോത്രക്കാരും അവരുടെ നേതാവും അവർ മുസ്ലിമീങ്ങളല്ല. തേള് കടിയേറ്റപ്പോൾ അവർക്ക് വേണം. അത് അല്പം ഭക്ഷണം ചോദിച്ചപ്പോഴോ അവർ പിശുക്കും ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ മന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ, റുക്കിയ നടത്താൻ ആരെങ്കിലും ഉണ്ടെന്നാണ് ചോദിക്കണത്. അപ്പം ഇവരെന്ത് ചെയ്ത് സഹാബത്തും ഡിമാൻഡ് വെച്ചു, മന്ത്രിക്കാൻ റുക്കിയ നടത്താൻ ആളുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകണം എന്ന് അവർ പറഞ്ഞു. ഇങ്ങോട്ട് ഡിമാൻഡ് വെച്ചതിന് അങ്ങോട്ടും അപ്പം അവർ ഡിമാൻഡ് വെച്ച്. മന്ത്രിക്കുന്നതിന് കൂലി വാങ്ങാമോ ഇല്ലെന്നുള്ളതിനൊക്കെ ചിലർ തെളിവിനെടുക്കുന്ന ഈ സംഭവമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു കൂലിയുടെ വിഷയമല്ല അത്. കാരണം അവരുടെ ആ പ്രതികരണത്തിന് ഒരു തത്തുല്യ പ്രതികരണം സഹാബികൾ അവിടെ ചെയ്യാണ് ചെയ്തത്. കാരണം ഇതിൻ്റെ വെളിച്ചത്തിൽ സഹാബികളൊക്കെ റുഖ്യ നടത്തിയിട്ട് കൂലി വാങ്ങിയിരുന്നു അല്ലെങ്കിൽ കൂലി നിശ്ചയിച്ചിരുന്നു എന്നുള്ള ചരിത്രത്തിൽ നമ്മൾ വായിക്കണില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക സംഭവമായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ സംഭവത്തിൽ സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ അമുസ്ലിമായ വ്യക്തിക്ക് റുഖ്യ നടത്തിയത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ സഹാബി പറയണത്? ഫഖറഅതു അലൈഹൽ ഹംദ് 7 മർറാത്ത് എന്നാണ്. 7 തവണ അൽഹംദ് ഓതി എന്നാണ്. അൽഹംദ് ഓതിയിട്ട് റുഖ്യ നടത്തി എന്നാണ്. എന്താ അൽഹംദു? അൽഹംദു എന്താ? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതിയിട്ട് റുഖ്യ നടത്തി കൊടുത്തു. അങ്ങനെ ആ ഗോത്ര തലവന് തേളുകടിയേറ്റത് സുഖായി. അവർ പ്രോമിസ് ചെയ്ത ആ ആടുകൾ 30 ആടുകൾ എന്നാണ് അവർ സഹാബത്തിന് നൽകുകയും ചെയ്തു. സംഭവം വിശാലാണ്. ഇവിടെ നമ്മൾ എന്തിനാ ഈ സംഭവം കേൾപ്പിച്ചത്, മനസ്സിലാക്കിയത്? വിശുദ്ധ ഖുർആൻ്റെ ഫലം, ഗുണം അത് സാർവത്രികമാണ്, സമ്പൂർണ്ണമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ കേവലം റുഖ്യ നടത്താനുള്ള ഒരു വചനങ്ങളാണ് എന്ന അർത്ഥത്തിലല്ല. നമുക്ക് വിശുദ്ധ ഖുർആൻ എന്തിനാ? വിശുദ്ധ ഖുർആൻ നമ്മുടെ ആത്മീയവും ധാർമ്മികവുമായ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ധർമ്മജീവിതത്തിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് ഇഹത്തിൽ ജീവിത വഴികാട്ടിയാണ്. യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. സമാധാനത്തിൻ്റെ മാർഗങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തിലൂടെ എന്ന് പറഞ്ഞില്ലേ, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായ പാതയിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് സകല നന്മകളിലേക്കും വഴികാട്ടിയാണ്.
സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണം സമ്പൂർണ്ണമാണ്, സാർവത്രികമാണ്. ആ പ്രത്യേകത വിശുദ്ധ ഖുർആനുള്ളത് കാരണത്താലാണ് ഖുർആന് അൽ മജീദ് എന്ന വിശേഷണം. ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ ഹുവ ഖുർആനും മജീദ്, ഇങ്ങനെ വിശുദ്ധ ഖുർആനിന് വിശേഷണം പറയപ്പെട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കിയ വിഷയം അള്ളാഹുവിൻ്റെ അൽ മജീദ് എന്നുള്ള പേരാണ്. അതിൻ്റെ അർത്ഥവും അതിൻ്റെ തേട്ടവും അതിൻ്റെ താല്പര്യവും എന്ത് എന്നുള്ളതാണ്. അള്ളാഹു അവൻ മജീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു സ്ഥാനം ഉന്നതമായവനും ഔദാര്യം സമ്പൂർണമായവനും. അള്ളാഹുവിൻ്റെ മജീദിൻ്റെ തേട്ടമാണ് അള്ളാഹു ആദരവേകുക, അനുഗ്രഹിക്കുക എന്നുള്ളത്. അള്ളാഹു അനുഗ്രഹിച്ച ആദരവേകിയ 2 കുടുംബങ്ങൾ, ഒന്ന് ആലു മുഹമ്മദ്, മറ്റൊന്ന് ആലു ഇബ്രാഹിം. അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിൽ നിന്നുള്ള ആദരവുകൾ, അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പ്രശംസകൾ, ഔദാര്യങ്ങൾ അത് നേടാൻ നമ്മളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കുടുംബത്തെയും അനുകരിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും അനുകരിച്ചു കൊണ്ടുള്ളതായ ഒരു ധർമ്മജീവിതം, ഒരു ആത്മീയ ജീവിതം, അതാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മുടെ ഈ വേദിയെ ഉപരിലോകത്ത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയേറ്റി അള്ളാഹു അവരെയും നമ്മെയും ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين، اللهم فرج هم المهمومين من المسلمين، اللهم فرج هم المهمومين من المسلمين. اللهم احفظ لي هذه البلاد، بلاد الحرمين الشريفين، أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها وجنودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.